ഓടും കുതിര ചാടും കുതിര റിട്ടൺ ആൻഡ് ഡയറക്റ്റഡ് ബൈ അൽതാഫ് സലീം. നമുക്കറിയാം അൽതാഫ് സലീം ഒരു നല്ലൊരു നടനും കൂടിയാണ്. അതോടൊപ്പം പുള്ളി ആദ്യമായിട്ട് സംവിധാനം ചെയ്ത ഞണ്ടുകളുടെ നാട്ടിൽ ഒരു ഇടവേള, ഇതേപോലൊരു ഓണക്കാലത്താണ് ആ സിനിമ റിലീസ് ചെയ്തിരുന്നത്. 2017 തോന്നുന്നു. മികച്ച ഒരു പ്രതികരണം, അതേപോലെ എനിക്ക് പേഴ്സണലി നല്ല രീതിയിൽ വർക്കായ ഒരു സിനിമയായിരുന്നു ഞണ്ടുകളുടെ നാട്ടിൽ ഇടവേള. അപ്പോൾ സ്വാഭാവികമായിട്ടും ആ ഒരു പ്രതീക്ഷ മുന്നിൽ നിർത്തിക്കൊണ്ട്, അതേപോലെ ഫഹദ് ഫാസിൽ, കല്യാണി പ്രിയദർശൻ, പിന്നെ ലാൽ, സുരേഷ് കൃഷ്ണ തുടങ്ങിയ ഒരു പ്രധാന കഥാപാത്രങ്ങളിലെത്തിയ സിനിമയാണ് ഓടും കുതിര ചാടും കുതിര. ഇതിൻ്റെ ട്രെയിലർ കണ്ടപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ട്രെയിലർ മുഴുവനായിട്ട് കണ്ടു തീർക്കാൻ ഉള്ളൊരു താല്പര്യം തോന്നിയില്ല. കാരണം ആ കട്ടിൻ്റെ പ്രശ്നമാണോ അതോ ഇനി സിനിമയുടെ പ്രശ്നമാണോ എന്നുള്ളത് നമ്മൾ സിനിമ കാണുന്നതിന് മുമ്പ് അഭിപ്രായം പറയാൻ പാടില്ലെന്നാണല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്തായാലും സിനിമ വരട്ടെ എന്നുള്ളൊരു ഇതിൽ വന്നതിന് ശേഷം പോയി കണ്ടു. അപ്പോൾ കണ്ടതിന് ശേഷം എനിക്ക് വ്യക്തിപരമായിട്ട് തോന്നിയ കുറച്ച് അഭിപ്രായങ്ങളാണ് ഞാൻ ഈ വീഡിയോയിലേക്ക് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ട്രെയിലർ പ്രോപ്പറായിട്ട് വർക്കായിട്ടില്ല എന്നുള്ള കാരണം മുന്നിൽ നിൽക്കുമ്പോൾ പോലും സിനിമ ഡെലിവർ ചെയ്യും എന്നുള്ളൊരു പ്രതീക്ഷയിലാണ് ടിക്കറ്റ് എടുത്തതും പോയി കണ്ടതും. പക്ഷേ എന്നെ സംബന്ധിച്ച് ഓടും കുതിര ചാടും കുതിര എന്ന് പറയുന്ന സിനിമ വളരെ നിരാശയാണ് സമ്മാനിച്ചത്. അതായത് പേഴ്സണലി എനിക്ക് തീരെ വർക്കാവാത്തൊരു സിനിമയാണ്. ഇനി ഈ സിനിമയിലേക്ക് പോകുമ്പോൾ ഇതിൽ മെയിനായിട്ട് ഡിസ്കസ് ചെയ്യുന്നത് മെൻ്റൽ ഹെൽത്തിനെ പറ്റിയും അതുപോലെ ഡിപ്രഷൻ തുടങ്ങിയ വിഷയങ്ങളാണ് ഈ സിനിമ കൈകാര്യം ചെയ്യുന്നത്. പക്ഷേ അതൊരു വലിയ വിശാലമായ ക്യാൻവാസിൽ, അല്ലെങ്കിൽ ഭയങ്കര ബ്രോഡായിട്ട്, അല്ലെങ്കിൽ എന്താ പറയുക, ഭയങ്കര തോട്ട് പ്രോസസ്സ്, നമ്മളെ വല്ലാണ്ട് തോട്ട് പ്രോസസ്സിലേക്ക് ഇൻവോൾവ് ചെയ്യിപ്പിച്ച് ഓവറായിട്ട് ചിന്തിപ്പിക്കുന്ന രീതിയിലാണ് ഈ സിനിമ ചിത്രീകരിച്ച് വെച്ചേക്കുന്നത്. ഏകദേശം 2.5 മണിക്കൂറുണ്ട്. ഒരു പ്രേക്ഷകൻ എന്ന നിലയ്ക്ക് എന്നെ സംബന്ധിച്ച് ഈ സിനിമ ഒരു തുടങ്ങി ഫസ്റ്റ് ഹാഫൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് തിയേറ്ററിൽ നിന്ന് ഇറങ്ങി പോകാൻ അല്ലെങ്കിൽ ഇറങ്ങി ഓടാനാണ് തോന്നിയത്. പക്ഷേ എന്നെ പിടിച്ചിരുത്തിയ ഒരു ഫാക്ടർ എന്ന് പറഞ്ഞാൽ ഇതിൽ ലാലിൻ്റെ പെർഫോമൻസ് ആണ്. ലാൽ എന്ന് പറയുന്ന ഒരാൾ ഒറ്റയ്ക്കാണ് ഈ സിനിമ അവസാനം വരെ എന്തെങ്കിലുമൊക്കെ കൊണ്ടുപോകുന്നത്. ഇതിലെ പ്രധാന കഥാപാത്രം ഫഹദ് ഫാസിലാണ്. പക്ഷേ ഫഹദ് ഫാസിലിന് യാതൊരു രീതിയിലും കൈകാര്യം ചെയ്യാൻ പറ്റാത്ത, അല്ലെങ്കിൽ നല്ല രീതിയിൽ സ്ട്രഗിൾ ചെയ്യുന്ന ഒരു ക്യാരക്ടറായിരുന്നു എബി എന്ന് പറയുന്ന ക്യാരക്ടർ. കാരണം പുള്ളി കോമഡി പുള്ളി ചെയ്യാൻ നോക്കിയിട്ട്, അല്ലെങ്കിൽ പടം തുടങ്ങി ആദ്യത്തെ ഒരു 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ തന്നെ എനിക്ക് എന്താ ഫഹദ് ഫാസിലിന് എന്തോ പറ്റിയ പോലെ. അതായത് പുള്ളിയാണോ ഇത് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഇപ്പം അറിയാം കുമ്പളങ്ങി നൈറ്റ്സ്, അല്ലെങ്കിൽ പിന്നെ ഈ പറയുന്ന പാച്ചു അത്ഭുത വിളക്കായാലും ഞാൻ പ്രകാശനായാലും അങ്ങനത്തെ നല്ല നല്ല സിനിമകൾ ചെയ്ത്, അല്ലെങ്കിൽ അതിലൊക്കെ അത്യാവശ്യം കോമഡിയും കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്ത ഫഹദ് ഫാസിൽ ഭയങ്കര സ്ട്രഗിൾ ചെയ്യുന്ന പോലെയാണ് ഇനിഷ്യലി തോന്നിയത്. പിന്നെ ഞാൻ വിചാരിച്ച ക്യാരക്ടറിൻ്റെ മീറ്റർ സെറ്റ് ചെയ്യുന്നതായിരിക്കും, നമുക്ക് പറയാൻ പറ്റത്തില്ല. പിന്നീട് കല്യാണി പ്രിയദർശനായാലും പുള്ളിക്കാരിക്ക് അങ്ങനെ കാര്യമായിട്ടുള്ള ഒരു റോളോ കാര്യങ്ങളോ ഒന്നുമില്ല. ആൻഡ് ഇവർ രണ്ടുപേരുടെയും കാര്യത്തിൽ അങ്ങോട്ട് പോയി കഴിഞ്ഞിട്ട് പിന്നീട് കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ഇതിൽ രേവതി എന്ന് പറയുന്ന ഒരു ആക്ട്രസും അതേപോലെ ധ്യാൻ ശ്രീനിവാസനൊക്കെ കയറി വരുന്നുണ്ട്. ധ്യാൻ ശ്രീനിവാസൻ ഉണ്ടെന്ന് പോലും എനിക്കറിയത്തില്ലായിരുന്നു. അപ്പോൾ ഇങ്ങനെ പോയൊരു മീറ്റർ വേറെ രീതിയിൽ പോകുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത്. അങ്ങനെ എങ്ങനെയൊക്കെയോ ഈ സിനിമ അവസാനിക്കുകയാണ്. ആൻഡ് ഔട്ട് ഇതിൽ കോമഡി പുള്ള് ചെയ്യുന്നത് ലാലാണ്. പിന്നെ ഒരു പരിധി വരെ സുരേഷ് കൃഷ്ണയൊക്കെ കൈകാര്യം ചെയ്യുന്നുണ്ട്. വിനയ് ഫോർട്ട് നല്ല വെറുപ്പീരാണ് ആസ് യൂഷ്വൽ. ആൻഡ് ഇതിൽ പിന്നെ ഈ ലാലിൻ്റെ കോമഡിയെ പറ്റി പറയുകയാണെങ്കിൽ നമ്മൾ ശൃംഗാരവേലൻ എന്ന് പറയുന്ന സിനിമയുണ്ട്. അതിൽ നമുക്കറിയാം ആ സിനിമ അത്രയും ഒരു കോമിക്കായിട്ട്, അല്ലെങ്കിൽ അത്രയും ഓഡിയൻസിൻ്റെ ഒരു പോസിറ്റീവ് റെസ്പോൺസ് കിട്ടിയാൽ പ്രധാന പങ്ക് എന്ന് പറയുന്നത് ലാൽ കയ്യിൽ നിന്നിടുന്ന കുറേ ഐറ്റംസാണ്. ഈ സിനിമയിലും അങ്ങനെയാണ്. ഒരുപക്ഷെ ലാലിന് എഴുതിയേക്കുന്ന തിരക്കഥയ്ക്ക് അപ്പുറം ലാലിൻ്റെ കയ്യിൽ നിന്ന് വരുന്ന കുറച്ച് എക്സ്പ്രഷനുകൾ, ഡയലോഗുകളൊക്കെ, പിന്നെ പുള്ളിയുടെ ആ ഒരു ബാസ് വെച്ചുള്ള സൗണ്ടിനെ പുള്ളി തന്നെ ട്രോൾ ചെയ്യുന്ന രീതിയിൽ കുറച്ച് ഡയലോഗുകൾ, അതൊക്കെ വന്നപ്പോൾ നല്ല രീതിയിൽ ലാൽ ഈ പടത്തിലൂടെ നല്ലപോലെ സ്കോർ ചെയ്തിട്ടുണ്ട്. ആൻഡ് ലാൽ ഈസ് ദ ഒൺലി ഫാക്ടർ നമ്മൾ ഈ സിനിമ അവസാനം വരെ കണ്ടിരുന്ന് പോകുന്നത്. ഇതിൽ പിന്നെ എന്താണെന്ന് വെച്ചാൽ വ്യത്യസ്തമായൊരു രീതിയിലാണ് അൽതാഫ് സലീം ഇതിനെ കഥ പറയാനായിട്ട് ഉപയോഗിച്ചത്. പക്ഷേ എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ നമ്മളിപ്പം കൂടുതൽ പ്രേക്ഷകരും, എല്ലാവരും നല്ല ഒരു 70% ആൾക്കാരും സിനിമ കാണാൻ വരുന്നത് അവരുടെ ചിലപ്പം ജീവിതത്തിലുണ്ടാകുന്ന കുറച്ച് പ്രഷറും കാര്യങ്ങളൊക്കെ മാറ്റിവെച്ച്, അല്ലെങ്കിൽ അവരുടെ ജോലി സംബന്ധമായ തിരക്കുകൾ, അല്ലെങ്കിൽ എല്ലാം മാറ്റിവെച്ച് കുടുംബമായിട്ടൊക്കെ വന്ന് ഒരു 2-2.5 മണിക്കൂർ ഒന്ന് അടിച്ചു പൊളിക്കുക, അല്ലെങ്കിൽ എൻജോയ് ചെയ്യുക, അല്ലെങ്കിൽ ഈ വെക്കേഷനായിട്ട് ഒരു സിനിമയ്ക്ക് പോവുക, അങ്ങനത്തെയൊക്കെ ഓരോ ഉദ്ദേശങ്ങളോടെ ആയിരിക്കും വരുന്നത്. പക്ഷേ അങ്ങനത്തെ ഉദ്ദേശത്തോടെ വരുന്നവർക്ക് തീർത്തും നിരാശ സമ്മാനിക്കുന്ന രീതിയിലാണ് ഈ സിനിമ അൽതാഫ് എടുത്തു വച്ചിരിക്കുന്നത്. പക്ഷേ ഇപ്പം ആർട്ടായിട്ട് സിനിമ ഇഷ്ടപ്പെടുന്ന, അല്ലെങ്കിൽ സിനിമയ്ക്കകത്ത് കൊണ്ടുവരുന്ന കണ്ടൻറ്റ് ഒരുപാട് ചിന്തിച്ച്, അല്ലെങ്കിൽ ഇപ്പം ഞാൻ പറഞ്ഞല്ലോ ഡിപ്രഷൻ അല്ലെങ്കിൽ മെൻ്റൽ ഹെൽത്തിൻ്റെ ഒരു ഒബ്ജക്റ്റിഫൈ ചെയ്തിട്ട് നമ്മളിപ്പോൾ ഇതിൽ ഉപയോഗിക്കുന്ന ഓരോ സീനുകളിലും വരുന്ന ഓരോ ഒബ്ജക്ട്സ്, ഇപ്പം ബൈനോക്കുലറൊക്കെ ഇതിലുണ്ട്. ബൈനോക്കുലറിലൂടെ അപ്പുറത്തെ ഫ്ലാറ്റിൽ നടക്കുന്ന കാര്യങ്ങൾ നോക്കുന്ന ഫഹദ് ഫാസിലിനെ കാണാൻ പറ്റും. അപ്പോൾ അങ്ങനെയൊക്കെ നോക്കുമ്പോൾ ഇപ്പോൾ സിനിമയുടെ പേര് തന്നെ എടുത്തു, ഓടും കുതിര ചാടും കുതിര. നമുക്കറിയാം പണ്ട് മുതലേ കേട്ട് വന്നിട്ടുള്ള ഓടും കുതിര ചാടും കുതിര, വെള്ളം കണ്ടാൽ നിൽക്കും കുതിര എന്നൊക്കെ പറയുന്ന പോലെ അതിൻ്റെ ഉത്തരം ചെരുപ്പാണ്. പക്ഷേ നമുക്ക് കുറച്ചും കൂടി ഡീപ്പായിട്ട് ചിന്തിച്ച് കഴിഞ്ഞാൽ നമുക്കതിനെ നമ്മുടെ മനസ്സിനെ, അല്ലെങ്കിൽ നമ്മുടെ കടിഞ്ഞാണിട്ട് നിർത്തിയേക്കുന്ന നമ്മുടെ മനസ്സായിട്ട് സങ്കല്പിക്കാം. നമ്മുടെ മനസ്സ് ഒരു കടിഞ്ഞാണ് പൊട്ടിച്ച് എങ്ങോട്ട് വേണമെങ്കിലും ഓടാം, ചാടാം. പക്ഷേ ഒരു പോയിന്റിൽ നമുക്ക് അതിനെ പിടിച്ച് നിർത്താൻ പറ്റും. അപ്പോൾ അങ്ങനെയൊക്കെ ഡീപ്പായിട്ട് ചിന്തിച്ച് കഴിഞ്ഞാൽ ഒരുപാട് മീനിങ്ങും കാര്യങ്ങളും ഉണ്ട്. അപ്പോൾ അങ്ങനെ സിനിമയെ കാണുന്ന, ആർട്ടായിട്ട് കാണുന്ന ഒരാളെ സംബന്ധിച്ച് ചിലപ്പോൾ ഈ സിനിമ വർക്കായേക്കാം.
പക്ഷെ അപ്പോഴും വെറുപ്പീര് ഒരുപാടുണ്ട്. ഇപ്പം ഞാൻ പറഞ്ഞ ഫഹദ് ഫാസിലടക്കം, അല്ലെങ്കിൽ ഈ പറഞ്ഞ ഇടവേള ബാബു ഒക്കെ ഇതിൻ്റെ അകത്ത് വരുന്നുണ്ട്. എന്തിനാണെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. അങ്ങനെ കുറേ പേര്, ഇപ്പോൾ സുരേഷ് കൃഷ്ണയുടെ ചില ഡയലോഗുകൾ, പിന്നെ നമ്മുടെ കരമന സുധീർ, അങ്ങനെ കുറേ പേര് ഇതിൻ്റെ അകത്ത് വന്ന് നല്ല രീതിയിൽ വെറുപ്പിക്കുന്നുണ്ട്. ധ്യാൻ ഇതിൽ വെറുപ്പിച്ചു എന്ന് ഞാൻ പറയുന്നില്ല, ധ്യാനിൻ്റെ ഒരു സോങ് സീക്വൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ധ്യാനൊക്കെ ഇതിൽ എന്തിനാണ് വന്നതെന്നുള്ളത്, കാരണം ഞാൻ പറഞ്ഞല്ലോ, ഇതിൽ നിധി, എബി എന്ന് പറയുന്ന ഈ പറഞ്ഞ കല്യാണിയും അതേപോലെ നമ്മുടെ ഫഹദ് ഫാസിലും കൂടി പോകുന്ന രംഗങ്ങളിൽ നിന്ന് ഈ സിനിമ വേറൊരു റൂട്ടിലേക്ക് പോവുകയാണ്. പക്ഷെ അപ്പോഴും ഡിസ്കസ് ചെയ്യുന്ന കാര്യം ഡിപ്രഷനും മെൻ്റൽ ഹെൽത്തൊക്കെയാണ്. ഫഹദ് ഫാസിലിൻ്റെ ഒരു കാര്യം എനിക്ക് ഇഷ്ടപ്പെട്ടതെന്ന് വെച്ചാൽ, ഫഹദ് ഫാസിലിൻ്റെ ഒരു സിറ്റുവേഷൻ ഇതിൽ വരുന്നുണ്ട്. ആ സിറ്റുവേഷൻ, അതായത് ഒരു ഹാർഡ്ഷിപ്പ് സിറ്റുവേഷനിലൂടെ പോകുന്ന ക്യാരക്ടർ എന്ന രീതിയിൽ ഫഹദ് ഫാസിലിൻ്റെ എക്സ്പ്രഷൻ കൊണ്ട് പുള്ളി വന്നു. പക്ഷേ പുള്ളിയുടെ കോമഡി പുള്ളിക്ക് ഭയങ്കര വീക്കായിട്ടാണ് എനിക്ക് തോന്നിയത്. അതിൽ പുള്ളി നല്ല രീതിയിൽ ഇമ്പ്രൂവ് ചെയ്യേണ്ടി വരും. പിന്നെ പുള്ളിയുടെ ക്യാരക്ടർ, പുള്ളി ഇപ്പോൾ ഒരു സൈക്കോ ക്യാരക്ടേഴ്സ് മാത്രം ചെയ്യുന്ന, അല്ലെങ്കിൽ അതിലേക്ക് ഫോക്കസ് ചെയ്യുന്ന ഒരു നടനായി മാറുന്നുണ്ടോ എന്നൊരു സംശയമുണ്ട്. അതിൽ നിന്ന് പുള്ളി ഓവർകം ചെയ്ത് വന്നില്ലെങ്കിൽ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അങ്ങനത്തെ കുറച്ച് ക്ലീശ സാധനങ്ങളാണ് ഈ സിനിമയെ പുൾ ബാക്ക് ചെയ്യുന്ന ഒരു എലമെൻ്റായിട്ട് എനിക്ക് ഫീൽ ചെയ്തത്. എന്തായാലും അൽത്താഫ് ഇതിൽ ഒരുപാട് എഫേർട്ട് എടുത്തിട്ടുണ്ടെന്ന് തോന്നുന്നു, ഇങ്ങനെ ഒരു സ്റ്റോറി സെറ്റ് ചെയ്യാനും ഒരുപാട് ഡീപ്പ് മീനിങ്സ് കൺവേ ചെയ്യാനും. പക്ഷേ ആ കൺവേ ചെയ്ത രീതി, ഒരു സിനിമ എന്നുള്ളൊരു മീഡിയത്തിലൂടെ കൺവേ ചെയ്ത് ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിൽ പുള്ളി പാളി എന്നാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. എൻ്റെ അഭിപ്രായം അങ്ങനെയാണ്. അപ്പം ഈ ഓണം റിലീസിലിറങ്ങിയ ഞാൻ കണ്ട 3 സിനിമകളിൽ വെച്ച് ഏറ്റവും വീക്കസ്റ്റ് ആയിട്ട് എനിക്ക് തോന്നിയത് ഓടും കുതിര ചാടും കുതിരയാണ്. അത് ബോക്സ് ഓഫീസിൽ സ്ട്രഗിൾ ചെയ്യും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. എന്തായാലും നിങ്ങൾക്ക് മറിച്ച് ഇപ്പം ഈ പറഞ്ഞ പോലെ അൽത്താഫിൻ്റെ സിനിമകൾ അല്ലെങ്കിൽ അൺകൺവെൻഷണൽ ആയിട്ടുള്ള ആ ഒരു മൂവി മേക്കിംഗ് എക്സ്പീരിയൻസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും തിയേറ്ററിൽ പോയി കാണുക. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അതുപോലെ ഒരു റിക്വസ്റ്റും കൂടിയുണ്ട്, നമ്മുടെ ചാനൽ DQ മീഡിയ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, അതേപോലെ എല്ലാവരും ഒന്ന് ഷെയർ ചെയ്യുക.